പറയണ എന്താണ് എപ്പോഴും അതോ അഗ്രപശ്യാമിയാണ്. ഈ 99 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഗുരുവായൂരപ്പന്റെ ശ്രീരകത്തിൽ ഇരിക്കാൻ വയ്യാണ്ടേ. അപ്പൊ പറയണമെന്ന് പട്ടേരി കണ്ടോളൂ എന്നെ. അതാണ് ഈ അഗ്രപശ്യാമി കണ്ടിട്ടുണ്ടാക്കി തന്നെയാണ്. അപ്പൊ അതിൽ രണ്ടെണ്ണം ചെല്ലാം. യോഗീന്ദ്രാണാം തുതങ്കേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരു കിസലയം. പൂവിനൊക്കെ മഹത്വമാണ് തളിരിന്. കിസലയം ആ തളിര് ഭഗവാന്റെ പദാരവിധത്തിന്റെ മഹിമയാണ്. നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി. എന്താണ് പ്രതീതയ്ക്ക് എന്തെങ്കിലും കുറേശ്ശെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കുറച്ചൊരു സാരാംശം ചെല്ലി കേട്ടാൽ തന്നെ അജ്ഞത്വാദേ മഹത്വം യതി കനികരിതം വിശ്വനാഥ ക്ഷമേധാ സ്തോത്രം ചെയ്തൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാൽ ദ്വേധാ നാരായണീയം ശ്രുതിഷു യനുഷസ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരേ ജിതമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. ആ നാരായണീയ ഉണ്ടാക്കി ഒടുക്കം അതിന്റെ സമർപ്പണമാണ്. ഓരോ ശ്ലോകങ്ങൾ എത്ര കേമ. ഗുരുവായൂരപ്പൻ തന്നെ പട്ടേരിയെ കൊണ്ട് പാടിച്ചതാണെന്ന് തോന്നും. യോഗീന്ദ്രനാണെന്ന് ശ്ലോകത്തിലെ ശ്ലോകാർത്ഥ നിശ്ചല്യങ്ങൾ തന്നെ എന്തോന്ന് പറയാൻ നിശ്ചല്യുണ്ട് നമുക്ക് തന്നെ നമ്മളുടെ ഉള്ളില്. ആയുരാരോഗ്യ സൗഖ്യം നോക്കി നോക്കും. ആയുർത്ത് ആരോഗ്യം മനസ്സമാധാനം ഇത് മൂന്നും ഇല്ലാച്ചാൽ നമുക്ക് ജീവിതത്തിൽ. അപ്പൊ അതൊക്കെ ഭഗവാൻ തന്നെ പട്ടേരിയെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് തോന്നും. യോഗീന്ദ്രാണെന്ന് നോക്കാം കേട്ടോ. യോഗീന്ദ്രാണെന്ന് അർത്ഥകേമാണെന്ന് ഞാൻ പറയണ്ട. കാരണം എനിക്ക് അർത്ഥം അറിയില്ല. പക്ഷെ അത് കേമാണ്. കാരണം ഇത്ര അല്ല. അപ്പൊ നാരായണീയ ഒരു ഫാഷനായിട്ടാണല്ലോ ഇപ്പൊ പല ക്ഷേത്രങ്ങളിലേ ഒത്തുചേർന്ന് നാരായണീയ പാരായണം അങ്ങനെ തുടങ്ങിയിട്ടുണ്ടല്ലേ. അത് മുഴുവൻ അർത്ഥനിഷ്ഠരായിട്ട്. അപ്പൊ എന്നാലേ